ഹലോ, സുഖനല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്. ഈ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ഞാൻ ഒരു കാര്യമല്ലാണ്ട് കംഫർട്ട് സോണിനെ കുറിച്ച് ചിന്തിച്ചു. ഈ കംഫർട്ട് സോണിനെ കുറിച്ച് ചിന്തിച്ച് അവസാനം എനിക്ക് കൺഫ്യൂഷൻ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കോൾ ഇട്ടപ്പോൾ ബമ്പിച്ച വിജയം അതിനകത്ത് നേടിയത് കംഫർട്ട് സോൺ തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഈ ഒരേ വഞ്ചിയിലെ യാത്രക്കാരല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ താരം കംഫർട്ട് സോൺ ആണ്. ഒരു ദിവസം എന്റെ ഫ്രണ്ട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡേ നീ ഇങ്ങനെ കംഫർട്ട് സോണും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ കേട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ നെറ്റ്ഫ്ലിക്സ് സീരീസ് ഒന്നല്ല പറഞ്ഞ അപ്പൊ തന്നെ നെക്സ്റ്റ് എപ്പിസോഡ് ആവാൻ. അവളുടെ ആ പറച്ചിൽ കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് കത്തിയ എന്താണെന്നറിയോ, ഈ കരിയർ ഗൈഡൻസിന്റെ ആൾക്കാർ വന്ന് ക്ലാസ് എടുക്കും. അവർ പറയുന്ന സെയിം ഡയലോഗാണ് ഇവൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ പോട്ടെ, ഇപ്പൊ എല്ലാവരും ഈ ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ ക്യാപ്ഷൻ ഇടുന്നത് എന്താണെന്നറിയോ, ഗെറ്റ് ഔട്ട് യുവർ കംഫർട്ട് സോൺ, ടേക്ക് റിസ്ക്, ബി ഫിയർലെസ്. ശരിക്കും ഈ കംഫർട്ട് സോൺ പ്രശ്നക്കാരനാണോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മളെ ഏറ്റവും കൂടുതൽ അറിയണം, നമ്മളായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയ എല്ലാ തരത്തിലും നമുക്കൊരു ഹോം ഫീലിംഗ് തരണ ആൾക്കാരോ സാഹചര്യങ്ങളോ ഇടങ്ങളോ ആണ് ഈ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കംഫർട്ട് സോൺ എപ്പോഴാണ് വില്ലൻ ആവണേന്നറിയോ? നമ്മൾ ഈ കൊടുക്കുന്ന കംഫർട്ടൊക്കെ നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോട് ഉണ്ടെന്ന്. പക്ഷേ അവർക്ക് നമ്മൾ കംഫർട്ടബിൾ അല്ലാത്തടത്തോളം അവരവരുടെ കാര്യം നോക്കി പോകും. അപ്പോൾ ഈ കംഫർട്ട് സോൺ എന്ന് പൊക്കി പിടിച്ചുകൊണ്ടിരുന്ന നമ്മൾ ആരായി? അപ്പോൾ അത് ഒരിക്കലും ഒരു ബാലൻസ് അല്ല. ഈ എല്ലാത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെന്ന് പറയുന്ന അതിനാണ് കംഫർട്ട് സോൺ. അപ്പോൾ കംഫർട്ട് സോണിൽ റെസ്റ്റ് ചെയ്യാം, പക്ഷെ റെന്റ് കൊടുത്ത് സെറ്റിൽ ആകാൻ നോക്കരുത്. അപ്പോൾ ശരി, ബൈ.